എല്ലാവർക്കും നമസ്കാരം. ആരോഗ്യമേഖലയും നോവൽ സാഹിത്യവും എന്ന ഒരു വിഷയത്തിലാണ് ഇവിടെ ചർച്ച നടക്കാൻ പോകുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും അധികം ആധികാരികമായി കഴിയുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതും. ഡോക്ടർ എസ് ലാൽ എഴുതിയ വൈറ്റ് കോട്ട് ജംഗ്ഷൻ, ഈ ഒരു പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഇന്നിവിടെ ചർച്ച നടക്കുന്നത്. ആഗോള പൊതുജനാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ എസ് ലാൽ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവർക്കെല്ലാം അറിയാം. അതിൽ അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിച്ച ഘട്ടത്തിലുള്ള ചില സന്ദർഭങ്ങളെ, ഒരാഴ്ചയിലെ ഇൻസിഡൻസ് ആണത്, അതിനെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ആ പുസ്തകത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാൻ ഇവിടെ ആധികാരികമായി സംസാരിക്കാവുന്ന ആളുകളുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഈ പുസ്തകം ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പാണ് പ്രകാശിതമാകുന്നത്. തിരുവനന്തപുരത്ത് വെച്ചും ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ചും ഇത് പ്രകാശിപ്പിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ പുസ്തകം വായിച്ച പ്രമുഖ വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവുമായ AV അനൂപ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന മെഡിമിക്സ് ബ്രാൻഡിൻ്റെ AV അനൂപ്, അദ്ദേഹം ഈ ഒരു പുസ്തകം ചലച്ചിത്രമാക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഒന്ന് ഊഹിക്കാം. അപ്പോൾ അതിനുള്ളൊരു കോണ്ടൻറ് റിച്ച് ആയിട്ടുള്ളൊരു ബുക്കാണ് ഇതെന്ന്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ പുസ്തകത്തെക്കുറിച്ച് ഒന്ന് ചർച്ച തുടങ്ങി വയ്ക്കുവാൻ ഏറെ പ്രിയപ്പെട്ട വിധു വിൻസെൻറ്റിനെ ക്ഷണിക്കുകയാണ്. വിധു മാം എല്ലാവർക്കും അറിയാം, സംവിധായകയാണ്, എഴുത്തുകാരിയാണ്, സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. സോ നമുക്ക് മാമിൻ്റെ വാക്കുകളിലോട്ട് കിടക്കാം. ഇവിടെ നമ്മൾ സ്വാഗതവും കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഇതെല്ലാം നമ്മളൊരു കൂട്ടായ്മയാണ്. അവിടെ നടക്കുന്നൊരു ചർച്ചയായതുകൊണ്ട് അതിൻ്റെ ഒരു ഔപചാരികത ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് പ്രിയപ്പെട്ട, ഞാൻ എപ്പോഴും മെൻറ്ററായിട്ട് കരുതുന്ന, ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാൻ കരുതുന്ന ഒരാളാണ് ഡോക്ടർ എസ് ലാൽ. അതുപോലെ എന്നെക്കാളും ഒരുപാട് മുൻപ് പരിചയപ്പെട്ട് എന്നെക്കാൾ പ്രിയപ്പെട്ടവരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ആമുഖത്തിൻ്റെ ഇനി ആവശ്യമില്ല. ഓവർ ടു വിധു മാം. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സത്യത്തിൽ വളരെ അടുത്താണ് ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് അറിഞ്ഞത്. കുറേയധികം വർഷങ്ങൾക്ക് ശേഷം, വളരെ അടുത്താണ്, ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ ലാലിനെ നേരിട്ട് കാണുന്നത്. വളരെ ആക്സിഡൻ്റലായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത്. സത്യത്തിൽ എനിക്ക് ഡോക്ടറിൻ്റെ പരിചയം 2000 തൊട്ട് തുടങ്ങിയ പരിചയമായിരുന്നു. ഞാനിവിടെ ഏഷ്യാനെറ്റിൽ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്ത സമയത്ത് ആണ് ജയശ്രീച്ചിയും മൈത്രേനും കൂടിയിട്ട് ലൈംഗിക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന ഒരു ആദ്യ ചുവടുവെപ്പ് നടത്തിയത്. തിരുവനന്തപുരത്ത് ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഇദം പ്രഥമമായിട്ട് അത്തരത്തിലുള്ള ഒരു സമ്മേളനം നടത്തുകയും അത് വലിയ വിവാദമാവുകയും വാർത്തയിൽ ഇടം പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടും അതിൻ്റെ ചർച്ചകളുടെയൊക്കെ ഭാഗമായിട്ട് ഡോക്ടർ ലാലിൻ്റെ ഓഫീസ് റൂമും പലപ്പോഴും ഡോക്ടർ ലാൽ ഉൾപ്പെടുന്ന ആളുകളായിരുന്നു ആ സംഘത്തിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഞാനൊക്കെ അന്ന് ഇവരുടെ ചർച്ചകൾ കേട്ടുകൊണ്ടിരിക്കുകയും വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ മാറ്റത്തിൽ പങ്കാളികളാവുകയാണ് എന്നുള്ള ഒരു സന്തോഷത്തോടും ആവേശത്തോടും കൂടിയിട്ടാണ്. അപ്പം അന്നെനിക്ക് ഉറപ്പാണ് ഡോക്ടറിനെ എന്നെ അറിയാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. പിന്നീട് പലപ്പോഴും ഏഷ്യാനെറ്റിലൊക്കെ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഡോക്ടറിനെ വിളിക്കുമായിരുന്നു. അപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ അങ്ങനെ എന്നെ പരിചയപ്പെട്ടിട്ടുണ്ടാവാൻ വഴിയുണ്ടാവില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറേ കാലം എനിക്ക് തോന്നുന്നു ഡോക്ടർ ഇവിടെ നിന്ന് UN-ൻ്റെയൊക്കെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലെ യാത്രയും ജോലിയും ഒക്കെ ആയിട്ട് കേരളത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയമായിരുന്നു. പക്ഷേ ഡോക്ടറെ നമ്മൾ പല പല കാരണങ്ങളാൽ നിരന്തരം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ പല പോസ്റ്റുകളും വായിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് അടക്കമുള്ള
സംഗതികൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ അടുത്ത സമയത്ത് കണ്ട് വീണ്ടും പരിചയം പുതുക്കിയപ്പോൾ ആണ് ഡോക്ടർ ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞതും അങ്ങനെ ഈ പുസ്തകം എൻ്റെ കയ്യിൽ വായിക്കാനായിട്ട് എത്തപ്പെട്ടതും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഏതാണ്ടൊരു 180 പേജോളമാണ് എനിക്ക് വായിക്കാൻ പറ്റിയത്. 2 ദിവസം കൊണ്ട് വായിച്ചതാണ്. പക്ഷേ ഒരുപാട് ജോലി പണികൾക്കിടയിലാണിത് എനിക്ക് പൂർത്തിയായത്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം തോന്നി ഡോക്ടറെ. കാരണം എന്ന് വെച്ചാൽ ഡോക്ടറെ നമ്മൾ എന്താ പറയുക, ടെലിവിഷനിൽ സംസാരിക്കുകയും അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ചില നിലപാടുകളും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ഡോക്ടർ ഇങ്ങനെ എഴുതുന്ന ഒരാളാണ് എന്നുള്ള കാര്യം സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. ഇപ്പം ആതുരാലയത്തെക്കുറിച്ചും നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടറിൻ്റെ ഹൗസ് സർജൻസി കാലത്തെ ഒരാഴ്ചയും എത്ര അതിഗംഭീരമായിട്ട് എല്ലാ തരത്തിലുള്ള വിശദാംശങ്ങളോടും കൂടി ഇതിനകത്ത് പ്രതിഫലിപ്പിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നത് ഇതിനൊക്കെ ഡോക്ടർ എപ്പോഴാണ് സമയം കണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം അത്രയും തിരക്കുള്ള ഒരാളാണ് ഡോക്ടർ എന്ന് നമുക്കറിയാം. ഇതിനകത്ത് ഡോക്ടർ ശശി തരൂർ സൂചിപ്പിച്ചുള്ളൊരു സംഗതിയുണ്ട്. അനുഭവങ്ങളുടെ ഉൾക്കരുത്തിൽ നിന്നാണ് ഈ രചനയുടെ പിറവി. രചയിതാവിന് ഏറെ പരിചിതമായ ആതുരാലയത്തിലെ അന്തർനാടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നോവലാണിത്. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടനാഴിയായ ആശുപത്രി മുറികളിൽ നിന്നും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ ചൈതന്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള സാധാരണ മനുഷ്യരുടെ പോരാട്ടത്തിൻ്റെ കഥയാണിത്. രചയിതാവായ ഡോക്ടർ എസ് ലാൽ അദ്ദേഹത്തിൻ്റെ മൂല്യബോധങ്ങളുമായി വിളക്കി ചേർത്ത് വിജയകരമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് പല ചാപ്റ്ററുകളിലായിട്ട് ആണ് ഈ അദ്ദേഹത്തിൻ്റെ ഹൗസ് സർജൻസി കാലത്തെ ഒരാഴ്ചയെ വിവരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എനിക്ക് ഏറ്റവും പ്രസക്തമായി തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ എന്നെ ഭയങ്കരമായി ആലോചിപ്പിച്ചിട്ടുള്ള ഒരു തലക്കെട്ടുണ്ട്. ബന്ധങ്ങൾ ഒലിക്കുന്ന രക്തബന്ധം എന്നാണ് അത്. അതായത് രക്തബന്ധം എന്നതിന് അദ്ദേഹം ഒരു എന്താ പറയുക പുതിയ ഡെഫിനിഷൻ നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഇതിനകത്ത് ഡോക്ടറായിട്ടുള്ള ഒരു സ്ത്രീയെ രക്തം ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ പേഷ്യൻ്റായിട്ടുള്ള ഒരാൾക്ക് രക്തം ദാനം ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു രംഗത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. രക്തം ദാനം ചെയ്യുന്നവരും അതുവഴി ജീവൻ തിരിച്ചു കിട്ടുന്ന രോഗികളും തമ്മിലുള്ള ബന്ധത്തെയാണ് രക്തബന്ധമെന്ന് വിളിക്കേണ്ടതെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ ബലരാമൻ നായർ പ്രസംഗിച്ചത് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ ഓടിയെത്തി. യാതൊരു അത്ഭുതവുമില്ല. കാരണം ഇതിനകത്ത് ഇപ്പം ഒരു ഡോക്ടർ മാല എന്ന് പറഞ്ഞ സ്ത്രീ ഒരു പേഷ്യൻറ്റിന് രക്തം നൽകാൻ പോകുമ്പോൾ ആ പേഷ്യൻറ്റിനെ കുറിച്ചിട്ട് അവർക്കുള്ള ഉത്കണ്ഠകളും ഓരോ സമയത്തും ആ പേഷ്യൻ്റ് രക്ഷപ്പെടുമോ എന്ന് അവർ പുലർത്തുന്ന ആശങ്കകളെക്കുറിച്ചുമൊക്കെ ഡോക്ടർ സവിസ്തരം സൂചിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും ഈ ഡോക്ടർ രോഗി ബന്ധത്തെക്കുറിച്ചിട്ട് വളരെ നെഗറ്റീവായിട്ടുള്ള കഥകൾ കേൾക്കുന്ന ഒരു കാലത്ത് ഇത്തരം ഒരു പുസ്തകത്തിന് അങ്ങേയറ്റം പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആശുപത്രികൾ തല്ലിത്തകർത്ത കഥയും ഡോക്ടർക്ക് അടി കിട്ടിയ കഥയും ഒക്കെയുള്ള അത്ര നിരന്തരം വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ അവിടെയാണ് ഡോക്ടറിൻ്റെ ഈ പുസ്തകം പ്രസക്തമാകുന്നത്. എനിക്ക് തോന്നുന്നു ആശുപത്രികൾ കേന്ദ്രീകരിച്ചും അതിന് പുറത്തും ഒക്കെയുള്ള സ്പേസുകളിൽ ഇതിൻ്റെ വായന എങ്ങനെ പോസിബിൾ ആക്കാം എന്നുള്ളത് ഒരുപക്ഷെ പ്രസാധകരും ഡോക്ടറും കൂടി ആലോചിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഡോക്ടറല്ല, ഇനി വായനക്കാർ ആലോചിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം അത്രമാത്രം ഒരു ഡോക്ടർ എത്രമാത്രം എന്താ പറയുക അയാളുടെ ജീവിതത്തിലെ മുഴുവൻ സംഗതികളും മാറ്റിവെച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്, ഒരു തൊഴിൽ മേഖലയാണ് ഇത് എന്ന കാര്യത്തിൽ. കാരണം വെച്ചാൽ വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ എന്ന തരത്തിൽ എന്തോ ഭയങ്കരമായ ശമ്പളം കിട്ടുന്ന അതിഭയങ്കരമായി കാശ് മനുഷ്യരുടെ എന്താ പറയുക പൈസ ഊറ്റിക്കുടിക്കുന്ന എന്തോ ഒരു തൊഴിലാണ് ഇത് എന്ന തരത്തിലുള്ള കെട്ടിച്ചമച്ച സംഗതികൾക്കിടയിൽ എത്രമാത്രം കമ്മിറ്റഡായി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ ഡോക്ടറാകാൻ പറ്റൂ എന്നുള്ളത് അദ്ദേഹം എത്ര ഗംഭീരമായാണ് ഇതിനകത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡോക്ടർ ഹേമചന്ദ്രൻ, ഡോക്ടർ മോഹൻദാസ്, ഡോക്ടർ മാല, പിന്നെ ജോൺ, ചിന്നൻ, അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി കഥാപാത്രങ്ങൾ, അതിസാധാരണമായ മനുഷ്യർ, അവരുടെ ഇടയിൽ ജോലി ചെയ്യുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ആശുപത്രി ജീവനക്കാർ. ഇത് നമുക്ക് തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജിൽ കയറി ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. ആ കാഴ്ചകളെയാണ് ഡോക്ടർ ഒരുപാട് വിശദാംശങ്ങളിലൂടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ നമുക്കൊരു ആശുപത്രി മണക്കും. ഇതിനകത്ത് ഡോക്ടറിൻ്റെ ഓരോ വിവരണത്തിൻ്റെയും ഡീറ്റെയിലിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിപ്പം
പിന്നെ ഇതിനകത്ത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇപ്പം മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ പോകുന്ന റോഡിനെ കുറിച്ച് ഡോക്ടർ പറയുന്നു. അപ്പം അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലിങ്ങനെ പാഞ്ഞു പോകുന്ന വണ്ടികളും പുക വമിക്കുന്നതും പൊടി പടർത്തുന്നതും പിന്നെ അവിടെ അടിക്കുന്ന സൈറണുകളും അല്ലെങ്കിൽ ഹോണുകളും പിന്നെ ആംബുലൻസ് ചീറി ആശുപത്രിയിലേക്ക് വരുന്നതുമായിട്ടുള്ള ഒരു ആലോചന ഇങ്ങനെ എന്താ പറയുക തിങ്ങി നിറയും. അപ്പം അങ്ങനെ കാഴ്ചയുടെ ഒരു ഭയങ്കര എനിക്കൊന്ന് ഒരുപക്ഷെ ഡോക്ടർ എ വി അനൂപിനെ പോലുള്ളവരെ ഇത് സിനിമയാക്കണമെന്ന് പ്രേരിപ്പിക്കാൻ ഇടയാക്കിയത് അത്തരത്തിലുള്ള വിശദാംശങ്ങളുടെ ഒരു കൂടിച്ചേരലായിരുന്നു തോന്നുന്നു. കാരണം ഞാനിങ്ങനെ ആലോചിക്കും, ഇപ്പം നമ്മളൊക്കെ എഴുതാൻ ശ്രമിക്കുന്ന ആളുകളാണ്. എഴുതാൻ ശ്രമിക്കുന്നവർക്ക് അറിയാം എഴുത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. കാരണം എങ്ങനെയാണ് ഇതിനകത്തേക്ക് ഡീറ്റെയിലിംഗ് കൊണ്ടുവരിക? ഡീറ്റെയിലിംഗ് കൊണ്ടുവരുന്നത് മാത്രമല്ല, ഡീറ്റെയിലിങ്ങിനെ നമ്മൾ പിന്നെ ഒരു പർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് വിശദാംശങ്ങളിലൂടെ പ്രതിപാദിക്കുന്ന സമയത്ത് അതിന് ഒഴുക്കോടുകൂടി കല്ലുകടിയില്ലാതെ ഏച്ചുകെട്ടിട്ടില്ലാതെ എങ്ങനെ പറയാൻ പറ്റുമെന്നുള്ളത് എഴുത്തിനെ കുറിച്ച് ആലോചിക്കുന്ന ഓരോരുത്തരും നേരിടുന്ന ബുദ്ധിമുട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെയാണ് എന്താ പറയുക ലളിതസുന്ദരമായി ഒരു തരത്തിലുള്ള എന്താ പറയുക ഏച്ചുകെട്ടലും ഫീൽ ചെയ്യാതെ ഒരു തരത്തിലുള്ള കല്ലുകടിയും ഇല്ലാതെ അങ്ങനെ ഒഴുക്കോടുകൂടി ഒരു ആശുപത്രിയെയും പരിസരത്തെയും ആളുകളെയും അവരനുഭവിക്കുന്ന കഷ്ടപ്പാടിനെയും ഡോക്ടർക്ക് ഫീസ് കൊടുക്കാനായി പെടുന്ന ബുദ്ധിമുട്ടിനെയും ഒക്കെ കുറിച്ചിട്ട് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു പോകുന്നത്. എനിക്കൊന്ന് ഡോക്ടറിൻ്റെ പുസ്തകം ഇതല്ല, ഇനിയും ശരിക്കുള്ള പുസ്തകം വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ചും ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇപ്പോൾ ഡോക്ടറിനെ പോലുള്ളവർ ഇപ്പോൾ UN ഭാഗമായിട്ട് ഡിജിറ്റൽ ഹെൽത്ത് പോലെയുള്ള മേഖലകളിൽ ജോലി ചെയ്തിട്ടുള്ളവരാണ്. അപ്പം ആ അനുഭവങ്ങൾ എന്തായിരുന്നു, ഒരുപക്ഷെ നമുക്ക് തന്നെ ആലോചിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപക്ഷെ AI പോലെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് രോഗികളുമായിട്ട് ഇടപെട്ട് കഴിയുമ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ള തരത്തിൽ പുതിയ കാലത്തെ ഒരുപക്ഷെ ഫ്യൂച്ചറിസ്റ്റിക് നോവൽ ആതുര മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് നോവൽസ് ഒരുപക്ഷെ ഡോക്ടർ ഇനിയും എഴുതാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും ഇത് നമ്മളെ എന്താ പറയുക താഴെ വെക്കാതെ തന്നെ വായനയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. എനിക്കൊന്ന് ഇത് വായിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു എന്താ പറയുക ഒരു ആശുപത്രികൾ ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു എന്താ പറയുക ഒരു ചിന്ത ഉണ്ടല്ലോ, ആ ചിന്താണ് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് തറയ്ക്കുക. അപ്പം അത് തറച്ചിട്ട് നമുക്കിങ്ങനെ വേദനയ്ക്ക് ഇനിയും അത് കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ മെഡിക്കൽ കോളേജിൽ പോയൊരു സ്ഥലത്ത് പോയിട്ടില്ലാത്തവർ കൂടിയിട്ട് എങ്ങനെയാണ് ആ സ്ഥലം അനുഭവവേദ്യമാക്കുക എന്നുള്ളൊരു ഒരു സാധ്യതയാണ് ഡോക്ടർ ഈ പുസ്തകത്തിലൂടെ വരച്ചു കാട്ടിയിരിക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ ഇത്തരത്തിലൊരു പുസ്തകം ഞങ്ങൾക്ക് വായനയ്ക്കായിട്ട് തന്നതിന്. താങ്ക് യു. മാം പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ലാൽ സാറിൻ്റെ തുടക്കം മാത്രമാണത്. അദ്ദേഹം ഓൾറെഡി ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒന്നുമല്ല, ഇതിപ്പോൾ ഹൗസ് സർജൻസി കാലഘട്ടം മാത്രമേ ആയിട്ടുള്ളൂ. ഇതിൻ്റെ പ്രകാശന ചടങ്ങിലടക്കം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞു അദ്ദേഹം ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് സഭയിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളിലടക്കം അഭിപ്രായം തേടുന്നത് ലാൽ സാറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ ഈ സമയം കണ്ടെത്തുന്ന കാര്യം പറഞ്ഞല്ലോ, കഴിഞ്ഞ മാസം ഒരു 3 രാജ്യങ്ങൾ, അതിന് മുമ്പത്തെ മാസം ഒരു 6 രാജ്യങ്ങൾ, അതും എല്ലാം ഒരു 24-25 മണിക്കൂറൊക്കെ ട്രാൻസിറ്റുള്ള യാത്രകളാണ്. അതിൻ്റെ ഇടയിലാണ് സമയം കണ്ടെത്തുന്നത്. ഇദ്ദേഹത്തോടൊപ്പം ഒരു ട്രെയിൻ യാത്ര നടത്തുന്നതിനിടയിൽ രാത്രി 1:30 മണിയായപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇദ്ദേഹം ഉറങ്ങിയിട്ടില്ല, ഫോണിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് എഴുതേണ്ട കാര്യങ്ങൾ നാളെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രസക്തി നഷ്ടപ്പെടുമെന്നുള്ളതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നാൽ പോലും ആ എഴുത്ത് സാറിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ബീന മാമിനെ ക്ഷണിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, എഴുത്തുകാരിയാണ്, ജേർണലിസ്റ്റാണ്, എന്താ പറയുക ഒരു മാധ്യമ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. സോ ഓവർ ടു യു മാം. പ്രിയമുള്ളവർ, ഒരു പ്രാവശ്യം ലാലിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പ്രകാശന ചടങ്ങിൽ സംസാരിച്ചതാണ്. എങ്കിലും എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു സാഹചര്യം അല്ലാത്തതുകൊണ്ട് വീണ്ടും അതൊക്കെ തന്നെ പറയാം. ഞങ്ങൾ സ്കൂൾ കാലത്തെ കൂട്ടുകാരാണ്. ഞങ്ങൾ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പ്രസംഗ മത്സര വേദികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായി നിന്നിട്ട് ആർക്ക് പ്രൈസ് കിട്ടും എന്നുള്ള ഒരു മത്സരത്തിൽപ്പെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പ്രൈസൊക്കെ വാങ്ങി അക്കാലം മുതലുള്ള സൗഹൃദമാണ്. അതുകൊണ്ട് ഞാൻ എന്താവശ്യത്തിന് ലാലിനെ വിളിച്ചാൽ ലാൽ വരുന്നത് എനിക്കറിയാം. ലാൽ വിളിച്ചാൽ ഞാനും ഏത് സാഹചര്യത്തിലും വരും. അപ്പം അങ്ങനെ ഒരു 50 വർഷത്തോളം അല്ല, ഒരു 45 വർഷങ്ങൾ നീണ്ട ഒരു പരിചയമാണ്. എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സുഹൃത്തൊന്നും അങ്ങനെയുള്ള കൂട്ടുകാരല്ല ഞങ്ങൾ. പക്ഷേ എപ്പോൾ കണ്ടാലും ഇന്നലെ നമ്മൾ പിരിഞ്ഞവരെ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നല്ലേ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ കാര്യം. ശരിക്കും അങ്ങനെ ഒരു നമ്മൾക്ക് എവിടെയും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ ലാൽ അവിടെ ഉണ്ട് എന്നുള്ളൊരു സമാധാനത്തോടു കൂടി നമുക്ക് നമ്മുടെ ഒരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.
അതിനകത്ത് കൺഫ്യൂഷൻസ് ഇല്ല. ലാലുമായിട്ടുള്ള സൗഹൃദത്തിനകത്ത് കൺഫ്യൂഷൻസ് വരില്ല. അതൊരു വലിയൊരു സമാധാനമാണ്. പിന്നെ പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ള കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരി വിധു പറഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ വായിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം അന്ന് പ്രകാശനത്തിന് വേണ്ടി വായിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ വായിക്കുമ്പോഴാണ് കുറേ കൂടി എനിക്ക് ലാലിനെ മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്തെ രണ്ടാമതൊരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി വേറെ രീതിയിലായിരിക്കും അതിനെ കാണുന്നത്. അത് കാണുമ്പം അന്ന് നമ്മൾ പറഞ്ഞതാണ് അവിടെ, എങ്കിൽ പോലും സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ലാലിൻ്റെ എന്താണ് ഒരു ചിന്തകളെ അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള ഒരു പരിഗണന, അതാണ് ഇപ്രാവശ്യം വായിച്ചപ്പോൾ എന്നെ കൂടുതൽ പിന്നെ ആകർഷിച്ചത്. ശരി, എനിക്ക് നേരത്തെ വിധു പറഞ്ഞതുപോലെ ഒരു നല്ല കൈത്തടക്കം വന്ന നല്ല ഒരു പ്രഗത്ഭനായ ഒരു നോവലിസ്റ്റ് ഇതിനകത്തുണ്ട്. അതൊക്കെ അന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് പിന്നെയും പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയാൻ തോന്നില്ല. എങ്കിൽ പോലും എനിക്ക് മാലയുടെ ക്യാരക്ടർ ഇപ്പോൾ നമ്മൾ അന്ന് ഉള്ള ഇത് യഥാർത്ഥ ക്യാരക്ടേഴ്സൊക്കെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. കാര്യം എന്ന് വെച്ചാൽ അന്നത്തെ ഞാനൊക്കെ ഇതേ പ്രായത്തിൽ വരുന്നതാണ്. അന്ന് അങ്ങനെ ഒരു പുരുഷനോട് ഇപ്പോൾ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് പറയുന്ന തരത്തിൽ ബോൾഡാകുന്ന ഒരു കാലമല്ല അന്നത്തെ ഒരു സിനിമയും അന്ന് നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളും സാമൂഹ്യ വ്യവസ്ഥിതിയെല്ലാം കൂടി ആ മാലയെ പോലെ ഒരു ക്യാരക്ടറിനെ യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ പ്രയാസമാണ് അന്നത്തെ ഒരു സാഹചര്യം. ഞങ്ങളൊക്കെ തന്നെ വളർന്നു വന്ന കാലമായതുകൊണ്ട് നമ്മളൊക്കെ തന്നെ എല്ലാ പുരോഗമനപരമായ പിന്നെ എന്താണ് സാഹചര്യങ്ങളിൽ നിന്ന് വന്നിട്ടും എത്രയോ വർഷങ്ങൾ കൺഫോമിംഗ് എന്ന് പറയാവുന്ന, ടോട്ടലി കൺഫോമിംഗ് എന്ന് പറയാവുന്ന തരത്തിൽ പലയിടത്തും എന്താണ് ഇഴുകിച്ചേരേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. അവളാണ് എൻ്റെ കാര്യം, എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ലാൽ അവതരിപ്പിക്കുമ്പം അതെനിക്ക് വളരെ ഞാനതിങ്ങനെ ആലോചിച്ചു. ശരിക്കും അങ്ങനെ ഒരു ക്യാരക്ടർ അക്കാലത്ത് ഞാൻ കണ്ടതിൽ വളരെ കുറവാണ്. എല്ലാ സാഹചര്യങ്ങളിലും നമ്മളോട് പൊരുത്തപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാലമായിരുന്നു അത്. അതാണ് ആ മാലയുടെ ക്യാരക്ടർ എനിക്ക് രക്തവുമായി ബന്ധപ്പെട്ട, നേരത്തെ വിധു പറഞ്ഞത് തന്നെയാണ്, ആ രക്തം കൊടുക്കരുത് എന്ന് ലവറായിട്ടുള്ള ആൾ പറയുമ്പോൾ അവളത് ആ ഡോക്ടർ മാല അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത് എൻ്റെ തീരുമാനത്തിനകത്ത് വേറൊരാൾക്ക് ഇടപെടാൻ എങ്ങനെയാണ് കഴിയുക, അവൾക്കത് വിശ്വസിക്കാനും പോയി. ഇപ്പം നമുക്കറിയാം കാലം മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മുടെ പുതിയ തലമുറയും പുതിയ തലമുറയിൽ നിന്ന് നമ്മളൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നവരാണെങ്കിൽ പോലും നമുക്ക് ഒരു പരിധി ഉണ്ടായിരുന്നു. അതൊക്കെ പുറത്ത് ഉറച്ചത്തിൽ പറയാമോ എന്ന് സംശയിച്ച ഒരു സ്ത്രീ കാലഘട്ടത്തിൽ കൂടെ ഞങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് ഈ മാല സംസാരിച്ചത് എന്നുള്ളത് എനിക്കത് ഭയങ്കര അതൊരു വലിയ ഇതായിട്ട് തോന്നി. പിന്നെ അതിനകത്തുള്ള നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ശങ്കരൻകുട്ടിയുടെ ഭാര്യ അവസാനം വരെ അവൾക്ക് പേരില്ല, ലാസ്റ്റിലാണ് അവൾക്ക് പേര് വരുന്നത്. ആ ശങ്കരൻകുട്ടിയുടെ ഭാര്യയുടെ അവസ്ഥ എന്ന് പറയുന്നത്, അവൾക്ക് ആകെ ഉള്ളത് നോവലിസ്റ്റ് പറയുന്നത് അവളുടെ സൗന്ദര്യമാണ്. അപ്പോൾ അതിനെ കൊത്തിപ്പറിക്കാനുള്ള, അല്ലെങ്കിൽ അതിനെ വെച്ച് അവളെ അവളുടെ ജീവിതത്തിൻ്റെ ഒരു നിസ്സഹായമായ സന്ദിഗ്ധമായ ദുരന്തപൂർണമായ അവസ്ഥയിൽ പോലും അതിനെ ഉപയോഗിക്കാനുള്ള ഒരു പുരുഷ സ്വഭാവത്തെ വളരെ വ്യക്തമായിട്ട് ലാലിതിൽ വരച്ചു കാട്ടുന്നുണ്ട്. അപ്പം നമ്മളുടെ ഇതിനകത്തും എന്ത് സംഭവിക്കും എന്നുള്ളതും അവളോടുള്ള ഒരു ദയനീയമായ അവളുടെ അവസ്ഥയും എല്ലാം കൂടി നമ്മളെ വല്ലാണ്ട് വിഷമിപ്പിക്കുമ്പോഴാണ് അവൾ ലാലിന് എന്ന് പറയുന്ന ക്യാരക്ടറിന്, ലാലെന്ന് ഞാൻ പറയുമ്പോൾ ആ ആൾക്ക്, ആ നോവലിസ്റ്റ് അല്ലെങ്കിൽ അതിനകത്ത് കഥ പറയുന്ന ആൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. കുട്ടിക്കാലത്ത് ഒന്നുള്ളത് അവസാനം നമ്മൾ അറിയുന്നത്, അതൊരു വലിയ ഒരു നമുക്കറിയാം. അതും കൂടി വരുമ്പോഴേക്കും നമ്മൾ അനുഭവിക്കുന്ന ഒരു സങ്കടമോ സങ്കടം ഇതൊക്കെയുണ്ട്. അതുപോലെ തന്നെയാണ് ഏലിക്കുട്ടി സിസ്റ്റർ എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, നമുക്കൊക്കെ പരിചയമുള്ള ഒരുപാട്, ഒരു സിസ്റ്ററായിട്ട് മാത്രമല്ല നമ്മുടെയൊക്കെ ചുറ്റുമുള്ള ഒരുപാട് സ്ത്രീകൾക്കുള്ള ഒരു സ്വഭാവങ്ങളെല്ലാം അവർ കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പാട്രിയാർക്കി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഈ പാട്രിയാർക്കി ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകളുടെ ഉള്ളിലാണുള്ളത്. നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെ ഉണ്ടോ എന്ന് നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പാട്രിയാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ അത് പുരുഷൻ പാട്രിയാർക്കലാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് പലപ്പോഴും സ്ത്രീകളിലൂടെയാണ്. അന്ന് അവർക്ക് ഒരുപാട് മനുഷ്യ സ്നേഹമുണ്ട്, അവർക്ക് സ്ത്രീകളോടുള്ള കൺസിഡറേഷനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും പല സാഹചര്യങ്ങളിലും അവർക്ക് അങ്ങനെ പെരുമാറേണ്ടി വരുന്നു എന്നുള്ളത് എനിക്ക് ആ ഏലിക്കുട്ടി സിസ്റ്ററിൻ്റെ ആ കഥാപാത്രത്തിലൂടെയാണ് മനസ്സിലാക്കാൻ വന്നത്. പിന്നെ എനിക്ക് വളരെ രസകരമായി തോന്നിയതാണ്, ചെറിയ 2 വരിയാണ്,
പക്ഷെ അതൊരു ഒരു ശരിക്കൊരു ഒബ്സർവേഷൻ. ലാലിന് ഈ സ്ത്രീകളോടുള്ള എന്താണ്, സ്ത്രീകളെ അറിയുന്നതിൻ്റെയാണ്. അതായത് 8ാം വാർഡെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ വാർഡാണ്. പക്ഷെ അവിടെ ഒരു ചന്തമൊക്കെ വരുത്തിയതായിട്ടാണ്. ആ വാർഡ് കാണുമ്പോഴേക്കും ഒരു ചന്തമുണ്ട്. അപ്പം നേരത്തെ അവിടെ ഒരു പിന്നെ സിസ്റ്ററാണ് ഇതെല്ലാം ചെയ്തെന്നുണ്ട്. അലങ്കാര വസ്തുക്കളും മറ്റെന്താണ് ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ 8ാം വാർഡിൻ്റെ മുൻവശമൊക്കെ ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്ത്രീയുടെ ഒരു പ്രസൻസ് ഉണ്ടെന്ന്. അപ്പം അതുതന്നെയാണ് ജീവിതത്തിലുള്ളതും. ജീവിതത്തിലും ഒരു സ്ത്രീ വരുമ്പോൾ നമുക്കറിയാം അത് അവിടെ മുഴുവൻ ഒരു പൂക്കാലം വരുന്നെന്നോ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ജീവിതത്തിൻ്റെ ഒരു തരളിതമായ ഒരു ഭാവം വരുന്നോ എന്നൊക്കെയുള്ള ഒരു ഇതുണ്ട്. അത് എപ്പോഴും നമ്മൾ സ്ത്രീകളുടെ വേഷത്തിൽ പോലും, നിറങ്ങളിൽ പോലും, സ്ത്രീയുടെ സംസാരത്തിൽ പോലും, ഒരു കാര്യം ചെയ്യുമ്പോൾ പോലും അത് വളരെ 2 വരികളിലാണെങ്കിൽ പോലും എനിക്കത് പെട്ടെന്ന് അത് ഫീൽ ചെയ്തു, ലാലിനത് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളത്. പിന്നെ നമ്മുടെ ഇത് സ്ത്രീകളുടേതിനൊപ്പം തന്നെ, സ്ത്രീ ക്യാരക്ടേഴ്സിനൊപ്പം തന്നെയാണ് സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ പോലെ. അപ്പം അതിനകത്ത് എന്താണ് ആ പട്ടാളക്കാരൻ, ആ പട്ടാളക്കാരനെ ലീവ് നീട്ടാനായിട്ട് ഇവിടെ സ്റ്റാഫ് റൂമിൽ വന്ന് ഭാര്യയും കൊണ്ടുവന്ന് ആ റൂമിൽ കിടക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ സിസ്റ്ററിൻ്റെ ഭയങ്കരമായ അതിനെതിരെയുള്ള ഇതും അവസാനം ലാസ്റ്റിൽ വരുമ്പോഴേക്കും സൂപ്രണ്ട് വരുമ്പോഴേക്കും അവർ സറണ്ടർ ചെയ്യണം. അവരതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. അതിന് മുമ്പ് കടന്ന് ഘോരഘോരം പറയുന്നുണ്ട് ഇതിനെതിരെയെല്ലാം. അപ്പോൾ പക്ഷേ അവസാനം ഒന്നും ചെയ്യാണ്ട് അവരതിനങ്ങോട്ട് ഈൽഡ് ചെയ്യുവാണ്. പിന്നെ അതിനകത്ത് ഏറ്റവും എന്താണ് ഒരു സംഘർഷം പോലെ തോന്നുന്ന ഒരു നല്ല ഭാഗമാണ് ആ ലിഫ്റ്റ് കേടാകുന്നതൊക്കെ. അപ്പോൾ അത് ശരിക്കും അനുഭവിച്ച് നമുക്കും കൂടെ ഇതെന്താകും, ഇപ്പോൾ നമുക്ക് ആ 2ാമത്തെ നിലയിൽ ഇടയ്ക്ക് നിൽക്കുന്നു അങ്ങനെയുള്ളതൊക്കെ വരുമ്പം അതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നുള്ള ഒരു ഫീലിങ്ങിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പിന്നെ കാര്യങ്ങളുണ്ട്. ഞാനിത് ഇപ്പോൾ 2ാമത് വായിച്ചപ്പോൾ ഞാൻ ഒരുപാട് പിന്നെ രസകരമായ കാര്യങ്ങളുണ്ട്. ലാലിനൊരു നർമ്മബോധമുണ്ട്. ലാൽ ഈ നോവലിനിടയിൽ ശരിക്കും നോവലിന് എഴുതുമ്പോഴുള്ള ഒരു വലിയ വെല്ലുവിളി തന്നെ അതാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ മൊണോട്ടണി ബ്രേക്ക് ചെയ്യണം. എല്ലാം നമ്മൾ പറയുന്നതിനിടയ്ക്ക് എല്ലാത്തരം വികാരങ്ങളും വരണം. അതിനകത്ത് നർമ്മം വേണം. അതിനകത്ത് അതേസമയം ശോകം നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം, ആങ്സൈറ്റി ഉണ്ടാക്കാൻ പറ്റണം. എല്ലാത്തരം കാര്യങ്ങളും ഒരു നോവലിൽ വേണം. അപ്പോൾ ഇതിനകത്ത് വളരെ രസകരമായിട്ട് പിന്നെ വളരെ സീരിയസ് ആയ കാര്യമാണ്. നമുക്കത് കേൾക്കുമ്പോൾ സങ്കടം വരും. എങ്കിൽ പോലും ലാല് പറയുന്നതാണ് അപ്പോൾ അതിനകത്ത് ഒരു വാചകമാണ്: വാർഡിൻ്റെയും കട്ടിലിൻ്റെയും നമ്പർ മേൽവിലാസമായുള്ള രോഗികൾ, വാർഡ് 8 ബെഡ് നമ്പർ 10 നല്ലൊരു ലിവർ തുടങ്ങിയ സംഭാഷണങ്ങൾ മെഡിക്കൽ കോളേജിൽ പതിവാണ്. എത്രയും പെട്ടെന്ന് ആ രോഗിയെ പോയി കണ്ട് പഠിച്ചുകൊള്ളാൻ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന നിർദ്ദേശവുമായിരിക്കും അത്. നല്ല ലിവർ എന്ന് പറഞ്ഞാൽ പരിശോധിക്കാൻ പാകത്തിന് വീർത്തു വലുതായ കരൾ എന്നർത്ഥം. പഠിക്കാൻ നല്ല രോഗി പലപ്പോഴും ദിവസങ്ങൾ എണ്ണിക്കിടക്കുന്ന അവശനായിരിക്കും. അപ്പം നമ്മൾ നല്ല എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതിനെക്കുറിച്ചായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ശരിക്കും അയാൾ എപ്പോഴും മരിച്ചു പോകുന്ന ഒരാളാണ്. എന്നാൽ ഡോക്ടേഴ്സിന് അവരുടെ രീതിക്ക് അത് പഠിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ് പിന്നെ എടുക്കുന്നത്. അപ്പം ഇങ്ങനെ കുറേ ഉണ്ട്. സമയം ആയില്ലേ? ഇനി അധികം ഞാൻ പറഞ്ഞത്. പക്ഷേ എങ്കിൽ പോലും ഈ വൈറ്റ് കോട്ട് ജംഗ്ഷൻ എന്നുള്ളത് നമ്മുടെ മെഡിക്കൽ കോളേജ്, ഇപ്പം ഞാനൊക്കെ തിരുവനന്തപുരത്ത് തന്നെ ജീവിച്ച് വളർന്ന ഒരാളായതുകൊണ്ട് മെഡിക്കൽ കോളേജ്, അതിൻ്റെ പരിസരം, അതിനുള്ളിൽ ഇപ്പോൾ ഈ ലാല് പറഞ്ഞ ആ കാലഘട്ടത്തിൽ ഞാൻ ഇന്നലെ ആലോചിക്കുകയായിരുന്നു. എൻ്റെ അപ്പൂപ്പൻ അവിടെ അറ്റാക്ക് വന്നിട്ട് ICUവിൽ കിടന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കുറേ ദിവസം അവിടെ വന്നിട്ടുണ്ട്. അച്ഛനൊരു ഓപ്പറേഷനായിട്ട് അവിടെ. അന്നൊക്കെ നമുക്ക് വേറൊരു ചിന്തയില്ല, മെഡിക്കൽ കോളേജ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ആദ്യം പോകുന്നത് 87-ലാണ്. 87-ലെ കാലഘട്ടമാണോ ഇത്? 87-ൽ ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് വരുന്നത് മെഡിക്കൽ കോളേജിലാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഒരു 21 ദിവസം കിടന്നു. അപ്പോൾ നേരെ കല്യാണം കഴിഞ്ഞ് മെഡിക്കൽ കോളേജിലേക്കാണ് ഞാൻ പോകുന്നത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഉള്ളത് കൊണ്ടും അന്നത്തെ അതിൻ്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. എന്ന് വെച്ചാൽ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തോരം വൃത്തികെട്ട ഈ ടോയ്ലറ്റ് സംവിധാനങ്ങളില്ല, തറയിൽ കിടക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും പിന്നീടാണല്ലോ ഈ ബാക്കി കോസ്മോ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റൽസ് പിന്നീടാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓരോന്നും പിന്നെ എനിക്ക് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടും അറിയാം. പിന്നെ നമ്മളുടെ ഒരു റൈറ്റർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഒരു ഐകരൂപ്യം പറ്റുമല്ലോ. അങ്ങനെ വളരെ സന്തോഷമുള്ളതാണ്. ഒരിക്കൽ കൂടെ സംസാരിക്കാൻ പറ്റി വൈറ്റ് കോട്ട്. അതുകൊണ്ട് തന്നെ വായിക്കാൻ പറ്റി. ലാലിൻ്റെ അടുത്ത നോവൽ വരുമ്പോഴേക്കും നമുക്ക് അപ്പോഴും സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. വളരെ സന്തോഷം. ലാൽ സാർ ബ്രീഫ് ചെയ്യുന്നൊരു രീതിയുണ്ട്. വളരെ ലളിതമായിട്ടായിരിക്കും, പക്ഷെ പെട്ടെന്ന് വ്യക്തമായും എല്ലാവർക്കും.
ഈ അടുത്തൊരു ഇൻസിഡൻറ്റ്, ബഹുമാനപ്പെട്ട ഉമാ തോമസ് MLA ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ആ സമയത്ത് ഇദ്ദേഹം അവിടെ കാണാൻ പോയി. അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ മക്കളും കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും മെഡിക്കൽ റിപ്പോർട്ട് നോക്കിയിട്ട് ഓരോ കാര്യങ്ങളും വളരെ ബ്രീഫായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഏറ്റവും മനസ്സിലാവാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന കുടുംബാംഗങ്ങളടക്കം പറഞ്ഞത്, നമുക്ക് മെഡിക്കൽ ബുള്ളറ്റിൻ കാണുന്നുണ്ട് ബാക്കിയൊന്നും, പക്ഷേ അതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുണ്ടായില്ല. ലാലങ്കിൾ പറഞ്ഞപ്പോഴാണ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോൾ എന്ത് കാര്യം എഴുതുമ്പോഴും പറയുമ്പോഴും ഒരു ക്ലാരിറ്റിയോടുകൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ആ അനുഭവം തന്നെയായിരിക്കും എല്ലാവർക്കും എന്നുള്ളതിൽ ഒരു തർക്കമില്ല. ആദ്യം ഈ പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ അതിൻ്റെ പുസ്തക പരിചയം നടത്തിയ ആൾ, അപ്പോൾ അദ്ദേഹവും ഇവിടെയുണ്ട്. ബഹുമാനായ അധ്യാപകൻ കൂടിയായ ബഹുമാനപ്പെട്ട ഡോക്ടർ CV സുരേഷ് സാർ. ഓട്ടു സാർ. എല്ലാവർക്കും സായന നമസ്കാരം. സമയപരിമിതി ബോധ്യമുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ച് സമയം മാത്രം. എഴുത്തുകാരൻ്റെ വർത്തമാനം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരൊക്കെ ഈ സദസ്സിലുണ്ടെന്നറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ ചുരുക്കാം. 2024 ഞാൻ വായിച്ച ഏറ്റവും മികച്ച 10 നോവലുകളിൽ ഒന്ന് വൈറ്റ് കോട്ട് ജംഗ്ഷനാണ്. ഞാൻ ഒരുപാട് നോവലുകൾ വായിക്കുന്ന ആളല്ല, തിരഞ്ഞെടുത്ത് നോവൽ വായിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഞാൻ വായിച്ച ഏറ്റവും മികച്ച 10 നോവലുകളിൽ ഒന്ന് വൈറ്റ് കോട്ട് ജംഗ്ഷനാണ്. അതിൻ്റെ റീഡബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഒരുപാട് പുസ്തകങ്ങൾ നമ്മളെ റിജക്റ്റ് ചെയ്യും. എഴുത്തുകാർ എഴുതി വായനക്കാരെ റിജക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ പെടുന്നതല്ല വൈറ്റ് കോട്ട് ജംഗ്ഷൻ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ടൈറ്റിൽ മുതൽ നമ്മളെ ആകർഷിക്കുന്ന ഘടകമുണ്ട്, വൈറ്റ് കോട്ട് ജംഗ്ഷൻ. അവിടെ മുതൽ ആരംഭിക്കുന്ന ചില നിലപാടുകൾ ഈ പുസ്തകത്തിലുടനീളം കാണാനായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ഹ്യൂമാനിറ്റീസൊക്കെ ഇപ്പോൾ ഒരുപാട് ചർച്ചയിലേക്ക് വന്നിട്ടുള്ളൊരു കാലമാണ്. ആ ഒരു സമയത്ത് ഏറ്റവും പ്രസക്തമായി, ഒരുപക്ഷെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഒരു പാഠപുസ്തകമായി, ഒരു അനുബന്ധ പാഠപുസ്തകമായി പോലും ചേർത്ത് വയ്ക്കാവുന്ന ഒരു കൃതിയാണ് വൈറ്റ് കോട്ട് ജംഗ്ഷൻ എന്നുള്ളത് വളരെ സത്യസന്ധമായി പറയാൻ കഴിയും. ഇതിനുള്ളിൽ എന്നെ ആകർഷിച്ച ചില ഘടകങ്ങളുണ്ട്. അതിൻ്റെ ഈ ശീർഷകം തന്നെ നോക്കൂ. വൈറ്റ് കോട്ട് ഇടുന്നത് പൊതുവേ നമ്മൾ കാണുന്നത് ഡോക്ടർമാർ മാത്രമാണ്. ഡോക്ടർമാരെയാണ് പെട്ടെന്ന് നമ്മൾ ഓർമ്മയിൽ വരുന്നത്. പക്ഷേ ഡോക്ടർമാർ മാത്രമല്ല, നമ്മൾ ആശുപത്രിയുടെ പരിസരങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാനാവുന്നത് ഒരുപാട് നഴ്സുമാർ, അതുമാതിരി ഫാർമസിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് ഈ വൈറ്റ് കോട്ട് എടുത്ത് അണിയാറുണ്ട്. അവരൊക്കെ ഇതിനകത്ത് വളരെ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളായി മാറുന്നത് കാണാം. നമ്മൾ ഡോക്ടർമാർ മാത്രമല്ല, പലപ്പോഴും നമ്മുടെ ആശുപത്രികളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത് നഴ്സുമാരാണ്. അവരൊക്കെ ഒരു തരം രണ്ടാം തരം പൗരത്വത്തിലേക്ക് തള്ളി മാറ്റുമ്പോൾ ഈ നോവലിൽ എല്ലാ മനുഷ്യരെയും, അത് അറ്റൻഡറാവട്ടെ, ഡോക്ടറാവട്ടെ, പ്രൊഫസറാവട്ടെ, രാഷ്ട്രീയ നേതാവട്ടെ, എല്ലാ മനുഷ്യരെയും ഒരേ അവസ്ഥയിൽ കാണാനുള്ള ഒരു കാഴ്ച. ഞാനത് എഴുത്തുകാരനോട് ചോദിക്കുകയും ചെയ്തു. 80കളിലെ കഥയാണിത്. നമ്മളൊക്കെ ഒരു പക്ഷേ 2000-ന് ശേഷമൊക്കെയാണ് അത്തരത്തിലുള്ള എന്താ പറയുക, നമ്മളെ ഈ രാഷ്ട്രീയ ശരികളെക്കുറിച്ചൊക്കെ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ആലോചിച്ച് തുടങ്ങിയ സമയത്ത് അത് വളരെ വൈകിട്ടൊക്കെയാണ്. പക്ഷേ 80കളിൽ ഒരു വൈദ്യശാസ്ത്ര വിദ്യാർത്ഥി ഡോക്ടറുമായിട്ടില്ല, അതേസമയം കോഴ്സ് കഴിയുകയും ചെയ്തു. അതാണല്ലോ ഈ ഹൗസ് സർജൻസി കാലം. അങ്ങനെ കുഴങ്ങി നിൽക്കുന്നൊരു കാലത്ത് തുറന്നു പിടിച്ചൊരു കണ്ണുകളുമായി എന്നും പറയുമ്പോൾ എനിക്ക് തോന്നുന്ന പലപ്പോഴും 360 ഡിഗ്രി ആംഗിളിൽ ഇങ്ങനെ കറങ്ങുന്ന ഒരു വീഡിയോ ക്യാമറ, ശബ്ദത്തെയും ദൃശ്യങ്ങളെയും ഒക്കെ ഒരുമിച്ച് ഒപ്പിയെടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറ, അത് തന്നെയാണ് എഴുത്തുകാരനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിശബ്ദനായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം, ഈ ഹൗസ് സർജൻ മിക്കപ്പോഴും നിശബ്ദനാണ്. പക്ഷേ ചുറ്റുപാടുമുള്ള കാഴ്ചകളെ എത്ര സജീവമായിട്ടാണ് ഒപ്പിയെടുത്ത് ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കും. ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ രണ്ടുപേർ സംസാരിച്ചപ്പോഴും പറഞ്ഞൊരു കാര്യം, സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രത്യേകിച്ച് നോക്കാവുന്ന ഒരു നോവൽ കൂടിയാണിതെന്ന് എനിക്ക് ഈ വായനയിൽ ഉടനീളം തോന്നിയൊരു കാര്യം അതാണ്. ഇതിനകത്തെ ശങ്കരൻകുട്ടിയുടെ ഭാര്യ എത്രമാത്രം ഒരു നിശബ്ദത കൊണ്ട് നമ്മളോട് സംവദിക്കുന്നു എന്നുള്ളത് അത്ഭുതത്തോടെ. ഒരു ക്രാഫ്റ്റ്, അത്രമാത്രം എഴുത്തിൻ്റെ കാര്യത്തിൽ ഒരു ക്രാഫ്റ്റുള്ള വ്യക്തിക്ക് മാത്രം സാധ്യമാകുന്ന എഴുത്തിൻ്റെ ഒരു മികവ് ഈ നോവലിസ്റ്റ് പുലർത്തുന്നു. നോവലിസ്റ്റ് ആദ്യത്തെ നോവലാണ്. എനിക്കൊന്ന് ഇതിനു മുമ്പ് ഒരു ചെറിയൊരു നോവലറ്റ് മാത്രമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം വരുന്ന ഈ നോവലിസ്റ്റ് തീർച്ചയായിട്ടും ഇരുത്തം വന്ന, ഒരുപാട് നോവലുകൾ എഴുതി ഇരുത്തം വന്ന ഒരു മനുഷ്യനെ പോലെ, അങ്ങനെയുള്ള ഒരു എഴുത്തുകാരൻ്റെ ഒരു പ്രതീതി ഓരോ വായനക്കാരിലും സൃഷ്ടിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു നോവൽ വാസ്തവത്തിൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ഇതിൻ്റെ പരിസരം. 80കളാണ് ഇതിൻ്റെ കാലം. അപ്പോൾ 80കളിൽ നിന്ന് നമ്മളിപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സമൂഹത്തിന് വന്ന മാറ്റങ്ങൾ,
നമ്മുടെ ഈ ആതുരാലയ രംഗത്തിന് വന്ന മാറ്റങ്ങൾ, ആരോഗ്യ മേഖലയ്ക്ക് വന്ന മാറ്റങ്ങൾ, അതിനോടുള്ള സമീപനങ്ങൾ ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമായി നിരവധി വിഷയങ്ങൾ ഈ പുസ്തകം, ഈ നോവൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് നമുക്കൊരു സൂക്ഷ്മ വായനയിലൂടെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഇന്ന് ഒരുപക്ഷെ എനിക്ക് ശേഷം നോവലിസ്റ്റ് സംസാരിക്കുമ്പോൾ അത്തരം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇവിടെ ഡോക്ടർ രോഗി എന്ന് പറയുന്ന ഒരു ദ്വന്ദ്വം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. വാസ്തവത്തിൽ എല്ലാവരും ഒരു കൺഫ്യൂഷൻ്റെ ഒരു നടുവിലാണ് നിൽക്കുന്നത് എന്ന് ഈ നോവൽ വായിക്കുമ്പോൾ മനസ്സിലാവും. ജീവിതമാണ് ഇവിടെ രംഗത്തുള്ളത്. ആ ഒരു ജംഗ്ഷൻ, ആ ജംഗ്ഷനിൽ കുഴങ്ങി നിൽക്കുന്നവരിൽ രോഗിയോ കൂട്ടിരിപ്പുകാരോ മാത്രമല്ല, അവിടെ ഡോക്ടർമാരും അതുമാതിരി ആതുര ശുശ്രൂഷകരായിട്ട് വരുന്ന മുഴുവൻ മനുഷ്യരും അതിനകത്ത് കുഴങ്ങി നിൽക്കുകയാണ്. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലേക്ക്, മരണത്തിലേക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ഡോക്ടർമാരും അവർ അനുഭവിക്കുന്ന നിസ്സഹായതകളും ഒക്കെ എല്ലാവരും മനുഷ്യരല്ലേ എന്നുള്ളൊരു വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് വാസ്തവത്തിൽ ഉത്തരാധുനിക എഴുത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ 80കളിലെ ഇതിനകത്തുള്ള സമീപനങ്ങളിൽ കാണാൻ പറ്റുമെന്നുള്ളത് അത്ഭുതകരമായിട്ട് തന്നെയാണ് വീണ്ടും എനിക്ക് അനുഭവപ്പെടുന്നത്. തീർച്ചയായിട്ടും ശരിക്കും നല്ലൊരു വായനാനുഭവം നൽകുന്ന ഈ നോവൽ ഈ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു കൃതിയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇതിൻ്റെ കഥാപാത്രങ്ങളാവട്ടെ, അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളാവട്ടെ, എഴുത്തുകാരൻ മുന്നോട്ട് വയ്ക്കുന്ന ചർച്ചയ്ക്കായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ചില പുതിയ സമീപനങ്ങളാവട്ടെ ഒക്കെ നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഉപാധിയാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. നന്ദി. നിങ്ങളിവിടുത്തെ സ്റ്റാളുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 150ഓളം സ്റ്റാളുകളുണ്ട്. അതായത് 150ഓളം പബ്ലിഷേഴ്സ് ഉണ്ടെന്നുള്ളതാണ് അത് നമുക്ക് വരച്ച് കാട്ടിത്തരുന്നത്. പക്ഷേ 4000-ത്തിലധികം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള പബ്ലിഷേഴ്സ് വിരലിൽ എണ്ണാവുന്ന ആളുകൾ ഉണ്ടാവുകയുള്ളൂ. അതിലൊന്നാണ് ഹരിതം ബുക്സ്. ഹരിതം ബുക്സിൻ്റെ എല്ലാമായ പ്രതാപൻ സാറിനെ ക്ഷണിക്കും. സുഹൃത്തുക്കളെ, ഈ പുസ്തകത്തിൻ്റെ ആദ്യ വായനക്കാരൻ സ്വാഭാവികമായിട്ടും പ്രസാധകൻ കൂടിയാണ്. അപ്പോൾ ഈ പുസ്തകം കയ്യിൽ വന്നപ്പോൾ എനിക്ക് 2 കാര്യത്തിലാണ് സന്തോഷം ഉണ്ടായിരുന്നത്. ഒന്ന്, ധാരാളം ബംഗാളി നോവലുകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, സിനിമകൾ കണ്ടിട്ടുണ്ട്, രാജേഷ് ഖന്നയൊക്കെ അഭിനയിച്ച ആ കാലത്തുള്ള സിനിമകൾ. അവിടെയൊക്കെ പക്ഷേ മലയാളത്തിലും വേണമെങ്കിൽ പുനത്തിൻ്റെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പുനത്തിൻ്റെ അറ്റംപ്റ്റ് നടത്തുമ്പോൾ അതിന് കേരളീയ ഭാവമായിരുന്നില്ല, കേരളത്തിലായിരുന്നില്ല അതിൻ്റെ കഥാഭൂമിക എന്ന് പറയുന്നത്. അപ്പം അത്തരം ഒരു നോവൽ വരുന്നു. രണ്ടാമതായിട്ട് എനിക്ക് 2 കാര്യം മാത്രം സൂചിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ഫസലു പറഞ്ഞതുപോലെ ഈ ചങ്ങാതി രാത്രിയും രാവിലെയും പകലും ഒക്കെ ഇപ്പോൾ ഒരു ഫുൾ ടൈം ജോലിയിലാണ്. അദ്ദേഹത്തിൻ്റെ ജോലിയാവാം, അതല്ലെങ്കിൽ എഴുത്താവാം, എന്തുമാവാം. മെസ്സേജൊക്കെ വരുന്ന സമയമൊക്കെ നോക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും, ഒരാൾക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ കഴിയുന്നു എന്ന്. വളരെ സന്തോഷം. അതോടൊപ്പം ധാരാളം എഴുതാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നഷ്ടപ്പെടുന്നത് മറ്റു പലതുമാകാം. അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹം ഞാൻ മനസ്സിൽ ഒതുക്കി വെക്കുന്നു. കാരണം നല്ല പുസ്തകങ്ങൾ കിട്ടിയേക്കാം, പക്ഷെ കിട്ടുന്നത് ഒരുപക്ഷെ ലോക ആരോഗ്യ സംവിധാനത്തിന്, കേരളീയ ആരോഗ്യ സംവിധാനത്തിന് ഒക്കെ വലിയൊരു നഷ്ടമായിട്ട് ആ സമയം മാറരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ആഗ്രഹം ഉള്ളിൽ ഒതുക്കുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയൊരു പോസ്റ്റിൽ ഒരു കഥാപാത്രം, ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രത്തിൻ്റെ പേര് ഇദ്ദേഹം മറച്ചു വെച്ചു, വേറെ പേരാണ് എഴുതിയത്. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഫസലു ഞാനിപ്പോൾ ഒരു പോസ്റ്റ് കണ്ടു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഇപ്പോൾ കണ്ടു, ഞാൻ വായിക്കാൻ തുടങ്ങുകയാണെന്ന് പറഞ്ഞു. എൻ്റെ മകനെ പോലെയാണ് ആ വ്യക്തി എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു. പിന്നെ അത് അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ആ പേര് ഞാൻ ഇടാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഫസലിൻ്റെ പേരാണ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്രത്തോളം സ്നേഹം തരുന്ന ഒരു വ്യക്തി, ഈ ഒരു വേദി ഞാൻ ചോദിച്ചു മേടിച്ചൊരു വേദിയാണ്. ഇന്നലെ ഞാൻ 2-3 ചടങ്ങുകളിൽ പങ്കെടുത്തു, അതിഥിയായിട്ട് പങ്കെടുത്തു. പക്ഷേ ഈ ഒരു വേദി, കാരണം ഇതിൽ നിൽക്കുക എന്നുള്ളത് എനിക്കൊരു പ്രിവിലേജാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ഹോട്ടലാണ് സാർ. വലിയ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് ഇവിടെ. 2 മാസം മുമ്പായിരുന്നു ഇതിൻ്റെ പ്രകാശനം കഴിഞ്ഞത്. പക്ഷേ ഞാനിത് എഴുതിയത് ഇതിന് ഒരു സീരിയലായിട്ട് 42 ചാപ്റ്ററായിട്ട് ഒരു ആരോഗ്യമാസികയിൽ ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഞാൻ എഡിറ്റ് ചെയ്തിരുന്നു നമ്മുടെ ആരോഗ്യം, IMAയുടെ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ മാസികയിൽ 42 ചാപ്റ്ററിലായിട്ട് എഴുതിയാണ്. അപ്പം എഡിറ്റർ ആയപ്പോഴത്തേക്ക് മാസികയ്ക്ക് ഒരു ശക്തി കൂട്ടാനും വായന കൂട്ടാനും വേണ്ടിയിട്ട് ഞാൻ എഴുതി തുടങ്ങിയാണ്. അപ്പോൾ അതിനു മുമ്പ് അങ്ങനെ ധൈര്യമില്ലായിരുന്നു. എഴുതി വന്നപ്പോൾ പിന്നെ അത് നോവലായിട്ട് മാറുകയാണെന്നാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ പക്ഷേ ഞാൻ അതുപോലെ എഴുതുമായിരുന്നു, നോവലറ്റ് പോലെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതാൻ ശ്രമിച്ചത് ഈ തിരുവനന്തപുരം നഗരത്തിൽ ജീവിച്ചുകൊണ്ട്, പണ്ട് മെഡിക്കൽ കോളേജ് മാത്രമാണ് ഏക പ്രധാന ആശുപത്രി, അച്ഛനമ്മയൊക്കെ ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണ്. അപ്പോൾ തിരുവനന്തപുരം ജീവിക്കുന്നവരുടെ വീടുകൾ പണ്ടത്തെ കാലം ഓർമ്മയുള്ളവർക്കറിയാം, രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കും.
പ്രസവം ഉണ്ടെങ്കിലും കാലൊടിഞ്ഞാലും കൈയൊടിഞ്ഞാലും നമ്മുടെ വീടുകളിൽ അച്ഛനും അമ്മയുടെ ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്യുന്നവരുമായിരുന്നു. അപ്പോൾ എപ്പോഴും ഈ പലതിനകത്ത് നിർദ്ധനരായൊക്കെയാണ് വരുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഹോട്ടലുകളൊന്നും ഇല്ല തിരുവനന്തപുരത്ത്. അപ്പോൾ ഇത് പിന്നെ അച്ഛനും അമ്മ ആരോഗ്യവകുപ്പിൽ ജീവനക്കാരായിരുന്നു, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ. അപ്പോൾ ഞാൻ ഇനി കളിപ്പാട്ടം ഇല്ലായിരുന്നു ചെറുപ്പകാലത്ത്. തിരുവനന്തപുരത്തൊക്കെ അങ്ങനെ പാടാണ്, ന്യൂക്ലിയർ ഫാമിലി. അപ്പോൾ എൻ്റെ ഈ സിറിഞ്ചും സൂചിയൊക്കെ ആയിരുന്നു എൻ്റെ കളിപ്പാട്ടങ്ങൾ. ഞാൻ ഈ വാഴയ്ക്കൊക്കെ ഇഞ്ചക്ഷൻ കൊടുക്കുമായിരുന്നു പറമ്പിലുള്ള. അതിനെപ്പറ്റി ഞാൻ കഥകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു പപ്പായ മരത്തിന് സ്ഥിരം കുത്തിവെപ്പ് കൊടുത്തത് ഒടിഞ്ഞു വീണത് അയൽവാസി വരുന്ന സൈക്കിൾ വരുമ്പോൾ തലയിൽ കൂടെ ആയിരുന്നു, നിറയെ കുലച്ച് നിന്ന്. അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തി ഒരു മുള്ളൊക്കെ തന്നിട്ട് പപ്പായ ഡോക്ടർ തന്നെ വിളിച്ചിട്ടുണ്ട്, ഒരു 7-8 വയസ്സുള്ളപ്പോൾ. അപ്പോൾ ഈ പ്രൊഫഷനോട് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. അപ്പോൾ വീട്ടിലെപ്പോഴും നിറയെ ആൾക്കാരും, അപ്പോൾ സാമൂഹ്യ പ്രവർത്തകർ വരുന്ന എപ്പോഴും ഈ ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വരുന്നവരാണ്. അപ്പോൾ ഒരു പ്രൈമിങ് ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ തന്നെ രോഗികളുണ്ടായിരുന്നു. സിസ്റ്റർ എൻ്റെ അനിയത്തി ഒരു 10 വയസ്സൊക്കെ ആയപ്പോഴേ ഈ അപസ്മാര രോഗം ഉണ്ടെന്ന്. അന്നൊക്കെ ആ അപസ്മാര രോഗത്തിന് മരുന്നുകളുണ്ടെങ്കിൽ ഇത്ര ഫലപ്രദമായ മരുന്നുകൾ ഇപ്പോൾ ഏത് നിമിഷവും ജന്നി വരാം. വളരെ മിടിക്കും, സ്കൂൾ ഫസ്റ്റൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിസന്ധി, ഏത് നിമിഷവും വീട്ടിൽ പെട്ടെന്ന് ബഹളം കേൾക്കാം. അപ്പോൾ ഈ രോഗി പിന്നെ ബന്ധുക്കളും ഈ ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛനും അമ്മയും ആശുപത്രി പ്രവർത്തകരായതുകൊണ്ട് വീട്ടിൽ വരുന്ന. അപ്പോൾ ആ ഒരു ഈ നമ്മളിപ്പോൾ മെഡിക്കൽ സയൻസിൽ ഇപ്പോൾ ഡോക്ടർമാരെ, ഇപ്പോൾ ഞാനും പ്രൊഫസറാണ്, ഞങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയമുണ്ട്. ഒരു കാര്യമുണ്ട്, 1+1 ഈസ് നോട്ട് 2 ഇൻ മെഡിസിൻ എന്ന് പറയും. അല്ലെങ്കിൽ ഡോക്ടറും രോഗിയും മരുന്നുകൾ ചേർന്ന് അസുഖം മാറില്ല. അപ്പോൾ ഒരുപാട് സോഷ്യൽ ഡിറ്റർമിനൻസ് ഉണ്ട്, ഒരുപാട് സാമൂഹ്യ വശങ്ങളുണ്ട്. അപ്പോൾ ഇത് പുസ്തകത്തിൽ പഠിക്കുന്നതിന് മുമ്പ് ഞാനിത് അനുഭവിക്കാൻ തുടങ്ങിയിരുന്നു. അതാണ് എൻ്റെ ഒരു പശ്ചാത്തലം. പിന്നെ മെഡിക്കൽ കോളേജ് ചേർന്നപ്പോൾ തൊട്ട് തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാ പാർട്ടിക്കാരും എല്ലാ വിദ്യാർത്ഥി രാഷ്ട്രീയക്കാരും ഒക്കെ എന്നെ വിളിച്ചാൽ അവരൊന്ന് സഹായിക്കണം. മുമ്പ് ഇതുപോലെ സൗകര്യങ്ങളില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് രോഗികളുടെ കൂടാണെന്നും ഒന്ന് ഒരു അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുക ആശുപത്രിയിൽ, അല്ലെങ്കിൽ ഒരു ബെഡ് സംഘടിപ്പിച്ചു കൊടുക്കുക, ഇതൊക്കെ ഇപ്പോഴും ചെയ്യുന്നതാണ് ഈ പ്രായത്തിലും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എപ്പോഴും ഈ ചികിത്സകൾക്കപ്പുറത്ത് എന്തൊക്കെയോ അല്ലെങ്കിൽ മരുന്നുകൾക്കപ്പുറത്ത് എന്തൊക്കെയോ ഒരു ലോകമാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നതൊരു ധാരണയുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് എഴുതിയൊരു നോവലാണത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ രണ്ട് ദ്വയമില്ല, ഡോക്ടറും രോഗി എന്ന് പറഞ്ഞാൽ എനിക്ക് അസുഖം വന്നാൽ ഞാൻ രോഗിയാണ്. അസുഖം വരുമ്പോൾ ഏറ്റവും പാട് ഡോക്ടർമാരെ കൈകാര്യം ചെയ്യാനായിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് വരും വലിയ പാടാണ്. അപ്പോൾ ഈ രോഗിയും ഡോക്ടറും ഒക്കെ എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് ഇത്തരം സംഘർഷങ്ങളുടെ ആവശ്യമില്ലെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ട് രോഗിക്ക് എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ട് ശ്രീചിത്രയിലെ അനുഭവം ഉണ്ടായിട്ട് ഒരാൾ 8 മണിക്കെല്ലാം പറഞ്ഞു 6 മണിക്കാണ് ഡോക്ടറെ കാണാൻ പറ്റിയത്. അപ്പോൾ ഡോക്ടർ എന്നെ വൈകുന്നേരം വിളിച്ച് ക്ഷമ പറയുകയാണ്, 300 രോഗികളാണ് ഒരു ദിവസം വരുന്നത്. അത് അവിടെ നിൽക്കുന്നവർക്ക് അറിയാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. അപ്പോൾ എഴുതി വന്നപ്പോൾ മിക്കവാറും എല്ലാം നേരത്തെ വിധു പറഞ്ഞ പോലെ കഥാപാത്രങ്ങൾ പലരും ഉണ്ട്. പല സ്ത്രീകളും പെൺകുട്ടികളൊക്കെ നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ സ്വഭാവത്തിൻ്റെ ചില കഷ്ണങ്ങളൊക്കെ എൻ്റെ ഈ കഥാപാത്രങ്ങളിലുണ്ട്. ചിലരൊക്കെ ഉണ്ടായിരുന്നവരുടെ പേര് ഹേമചന്ദ്രനും ഡോക്ടർ മാർത്താണ്ഡ പിള്ളയൊക്കെ ഹേമചന്ദ്രൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഡോക്ടർ മാർത്താണ്ഡ അധ്യാപനം. അപ്പോൾ അവരൊക്കെ യഥാർത്ഥ കഥാപാത്രങ്ങളാണ്. അപ്പോൾ അത് 25 വർഷം 2004 എൻ്റെ അവസാന ചാപ്റ്റർ എഴുതി തീർന്നത്. പക്ഷേ ഇപ്പോഴാണതൊരു നോവലായിട്ട് ബുക്കായിട്ട് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചത്. അതിന് ഹരിതം ബുക്സിൻ്റെ പ്രതാപനോടും കടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ വന്ന എല്ലാവരോടും നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഒരുപാട് ഇനി എഴുതാനുണ്ട്, എഴുതിക്കൊണ്ടേയിരിക്കും. ഇതുപോലത്തെ അവസരങ്ങൾ ഞാനും കാത്തിരിക്കുകയാണ്. നന്ദി. ചടങ്ങിൻ്റെ അവസാനത്തിലോട്ട് കിടക്കുകയാണ്. അടുത്തൊരു ചെറിയൊരു പുസ്തക പ്രകാശനമാണ്. എം മുകുന്ദൻ എഴുത്തും കാലവും എന്ന പുസ്തകം. അത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് രാമകൃഷ്ണൻ മുണ്ടുകരയാണ്, അധ്യാപകനും എഴുത്തുകാരനുമായിട്ടുള്ള രാമകൃഷ്ണൻ മുണ്ടുകര. അപ്പോൾ ആ ചടങ്ങിലോട്ട് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുകയാണ്. പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ SS ലാൽ. ഏറ്റുവാങ്ങുന്നത് സംവിധായക കൂടിയായ വിധു വിൻസെൻ്റ്. പ്രിയമുള്ളവർ, ഡോക്ടർ ലാൽ സാറിൻ്റെ പരിപാടിക്കിടയിൽ 1 മിനിറ്റ് നമ്മൾ കടമെടുത്താണ്. അതിന് ഏറ്റവും എനിക്ക് നന്ദി പറയേണ്ടത് നമ്മുടെ ഹരിതം ബുക്സിൻ്റെ ശ്രീ പ്രതാപൻ തായട്ട അവറുകളോടാണ്. ഏറ്റവും അവസാന നിമിഷത്താണ് ഈ പുസ്തകം, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആണ് ഈ പുസ്തകം അച്ചടിച്ചു വന്നത്. ശ്രീ മുകുന്ദൻ്റെ കൃതികളിലൂടെ ഒരു പ്രയാണമാണ്. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ രചനകൾ കോർത്തിണക്കിക്കൊണ്ട് എഡിറ്റ് ചെയ്തതാണ് ഈ പുസ്തകം. 80 പേജാണിൽ. വായിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ പ്രകാശനം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ഇഷ്ടപ്പെടുന്ന നമ്മുടെ ആരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ
എല്ലാമായ ശ്രീലാൽ സാറിനോട് കടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനോട് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഏറ്റുവാങ്ങിയ വിധു വിൻസെൻ്റ്, ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാരോടും, അതോടൊപ്പം തന്നെ ഇതിന് വേദിയൊരുക്കി തന്ന, ഇത്രയും വലിയ ഒരു വേദിയൊരുക്കി തന്ന ശ്രീ പ്രതാപൻ സാറിനോടും അങ്ങേയറ്റം കടപ്പാട് അറിയിക്കുകയാണ്.